ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും ഒരു ഗുഡ് മോർണിംഗ് ആണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് ഞാൻ എന്താ പറയുക, ഒറ്റയ്ക്ക് പോകുന്നൊരു ട്രിപ്പാട്ടോ. ട്രിപ്പ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളുമായിട്ടാണ്. ഏട്ടനില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതും കോട്ടയം ട്രെയിനിലാണ്. ഞാൻ ഒറ്റ യാത്ര ചെയ്തിട്ടില്ല. ട്രെയിൻ എനിക്ക് അത്ര കംഫർട്ടബിളുള്ള കാര്യമല്ല കേട്ടോ. പിന്നെ വേറെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഫോണും മെസ്സേജസും വിളിയും ലൈക്ക് വീഡിയോ കോൾ എല്ലാം ഉണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ എന്താ പറഞ്ഞാൽ ഈ വയസ്സായി വരുന്നതനുസരിച്ചിട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്ന് പറയുന്നൊരു കൂട്ടത്തിലാട്ടോ. അപ്പോൾ അത്രയും ക്ലോസ് ആയ എനിക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അത്ര വലിയ കഥ പറയാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് വേറൊരിത്. അപ്പം ഏട്ടൻ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് തന്നും. എത്ര ദിവസത്തേക്കാണെന്നൊന്നുമില്ല, ചെന്നിട്ട് യാശുവിൻ്റെയൊക്കെ ഒരു കംഫർട്ട് നോക്കിയിട്ട് വരാമെന്ന് വെച്ചു. അവൾ പറഞ്ഞാൽ നമുക്കൊരു 10 ദിവസത്തേക്ക്. പിന്നെ ഇതിൽ പേഴ്സണലി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നത് സ്വാതിയായിരിക്കും കേട്ടോ. അപ്പം അവൾ കൊണ്ടുവന്നകത്ത് 6 മണിക്ക് ഉള്ള പരശു ആ ട്രെയിനിലാട്ടോ പോകുന്നത്. എന്താവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇന്നലെ ലഗേജും പാക്കിങ്ങും ഒക്കെ ആയിട്ട് ബാഗ് മാറ്റി വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ ഇവിടെ ആക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന്. പക്ഷെ പറ്റത്തില്ലല്ലോ. ഞാൻ എവിടെ പോയാലും സിയാൻ കൂടെ വരും. കുഞ്ഞിനെ എങ്ങും ആക്കിയിട്ട് പോകാനും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ 3 പേരൂടെയാണ് പോകുന്നത്. അപ്പം പോയിട്ടൊക്കെ വരാം രാവിലെ. ഇന്നലെ അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഉറക്കം വരത്തില്ല. നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയിക്കല്ലേ. അപ്പം കുറച്ച് പോലും ഉറങ്ങിയിട്ടില്ല. ഞാൻ 4 മണിക്ക് എണീറ്റ് അവില് നനച്ചു. ചെയ്യാൻ അവില് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ട്രെയിനിൽ ഞാൻ പറഞ്ഞു, ട്രെയിൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഞാൻ അങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. എനിക്കങ്ങനെ 1-2 പ്രാവശ്യം ഏട്ടൻ്റെ കൂടെയൊക്കെ പോയിട്ടുള്ളൂ. അപ്പം ഞാൻ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഒന്നും മേടിക്കാറുമില്ല കേട്ടോ. അപ്പം സിയാൻ അവില് നനച്ചത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ അവില് നനച്ചു. സിയാനും ഏട്ടനും വെച്ചു. യാശു അത് കഴിക്കാത്തതുകൊണ്ട് യാശുവിന് 2 ഇടിയപ്പം ചുട്ടു. അതും ഒരു ടിഫിനകത്താക്കി. പിന്നെ എനിക്ക് ഇന്നലെ നൈറ്റ് ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കട്ടൻ കാപ്പിയും കുടിച്ചു. പിന്നെ മുടക്കപ്പം കഴിച്ചു. നമ്മുടെ മൈദയ്ക്കകത്ത് നൈസായിട്ട് ചുട്ടിട്ട് തേങ്ങയും ശർക്കരയൊക്കെ വെച്ചു. അപ്പോൾ അതുമൊക്കെ കഴിച്ചു വെച്ചു. പിന്നെ എന്താ പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടെ കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് കേട്ടോ. അപ്പം ഇനി പോയിട്ട് ട്രെയിനിലുള്ള യാത്രകളും ബാക്കി വിശേഷങ്ങളും അവളെ കണ്ടിട്ടൊക്കെ വരാം. അപ്പം ഏട്ടൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏട്ടനാണ് ഓക്കെ പറഞ്ഞത്. കാരണം ഞാൻ പോകാനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഞാൻ ഏട്ടനും അല്ലാതെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പിന് വലിയ കഥ ഞാൻ അങ്ങനെ പോയി നിൽക്കാറൊന്നും ഇല്ല. എൻ്റെ വീട്ടിൽ മാത്രമായിരിക്കും പോകുന്നത്. അപ്പം അമ്മയും പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. നീ എങ്ങും പോകാറില്ലല്ലോ, പോയിട്ടോ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും ഒക്കെ ആ ഒരു ടൈമിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാണിക്കുന്ന ഒരു ഇൻറ്റിമസി ഒന്നും എല്ലാവരും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്കും. അപ്പം അത് തന്നെ എനിക്ക് ഈ കയ്യിൽ എണ്ണാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം അത് റെഗുലർ കോൺടാക്ട്സ് ഒന്നും വേണമെന്നില്ല. നമ്മളെപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പം എനിക്ക് പെട്ടെന്ന് അവരുടെ പേര് പറയാൻ തന്നിട്ട് രാവിലെ ഞാൻ എല്ലാവരും, കാരണം ഈ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം, സ്വാതി, ക്രിസ്റ്റി, രശ്മി, ഷാൻ, ഹലിമ, ജോമിഷ, ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വരുന്ന ഇത്രയും ഫ്രണ്ട്സാട്ടോ. അപ്പം വേറെ കാണും ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം കോൺടാക്ട്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ക്ലോസ് ടു മൈ ഹേർട്ട് എന്ന് പറയാനായിട്ടുള്ള ഈ കുറച്ച് ഫ്രണ്ട്സാട്ടോ. അപ്പം ഞാൻ എന്തായാലും അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കോട്ടയത്തൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മൾ ഈ വാഗമൺ, മൂന്നാറൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം എനിക്ക് കോട്ടയത്ത് ഫ്രണ്ട്സൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. സംഭവം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പോവുകയാണ്. നമുക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ബാക്കി കാണാം. ഓക്കെ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയശുദ്ധം. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ സ്റ്റേഷനെത്തിയപ്പോൾ. അല്ലെങ്കിൽ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. ഞാൻ ഒരിക്കലെങ്ങാണ്ട് ഏട്ടനോട് ഞങ്ങൾ എറണാകുളം പോയിട്ട് വന്നപ്പം ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, ഞങ്ങൾ ചാടി ഇറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യാശുവൊക്കെ ജനിക്കുന്നതിന് മുന്നായിട്ടാണ്. അപ്പം ഞങ്ങൾ നേരത്തെ എത്തി. ഞാൻ വിചാരിച്ചു 7 മണിക്കാണ്. സത്യം പറഞ്ഞാൽ 6:30 കേട്ടോ ട്രെയിന്.
അപ്പം ഈ ഒരു സംഭവം ഉണ്ടോ, എനിക്കാണെങ്കിൽ ഭയങ്കര പാട്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിക്കളയെന്ന് എനിക്കറിയത്തില്ല. ഈ പ്ലാറ്റ്ഫോം 1 പ്ലാറ്റ്ഫോം 2 ഒക്കെ എഴുതി കാണുമായിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ചാടി എടുക്കുമായിരുന്നു. അപ്പോൾ ഏട്ടനെയും അശ്വിനെയും ബാഗൊക്കെ കൊണ്ടുപോയിട്ടോ. എൻ്റെ കയ്യിലുണ്ട് ഒരു ബാഗ്. അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോം 2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റെയർ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ചെയ്യാൻ അവിടെ നിന്ന് ഏട്ടന് ട്രെയിൻ വരുന്നതും നിർത്തുന്നതും ഈ ഒരു ലൈനിൽ തട്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അപ്പം എൻ്റെ പൊന്നെ എന്താണെന്ന് അറിയത്തില്ല, എക്സസൈസൊക്കെ കുറവായതുകൊണ്ടായിരിക്കും സ്റ്റെയർ കയറിയപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ഇതൊരു പ്ലെയിൻ പോകുന്നുണ്ടോ, സൗണ്ട് കേട്ട് അടിപൊളി. അപ്പം സത്യം ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് വരുന്നത് ബസ്സാട്ടോ. ഞാനത് ബസ് ശീലമാക്കിയതുകൊണ്ടായിരിക്കും. പക്ഷേ ട്രെയിനിൽ സ്ഥിരം പോകുന്നവർക്ക് അതായിരിക്കും സൗകര്യം. എനിക്കാണെങ്കിൽ ട്രെയിൻ പോകുമ്പോൾ ഞാൻ ഏട്ടനോട് പറയട്ടെ നമുക്ക് നേരത്തെ ചെല്ലണേ, അവിടെ ചെന്നിട്ട് എല്ലൊക്കെ കറക്റ്റ് ആക്കണേ, എനിക്ക് എല്ലായിടത്തും വെച്ച് തരണേ. എനിക്കതിനെ പേടി കേട്ടോ. കാരണം കഴക്കൂട്ടം സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 2 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ സ്റ്റോപ്പ് വരുന്നത്. അപ്പം ആ ഒരു പേടി കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് ആ ട്രെയിനായിരിക്കും ഇനി ആദ്യം വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എനിക്കിൻ്റെ സമയമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ വലിയ പിടിയൊന്നുമില്ല. ഞാൻ രാവിലെ ക്രിസ്റ്റിക്ക് മെസ്സേജ് ഇട്ടു. അത് അതിലും വലിയ പേടി, കാരണം കോട്ടയത്ത് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് തിരിയണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഉള്ളവരെ ടെൻഷൻ ആകണ്ട, അവളിങ്ങനെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ആരുടെ വീട്ടിലാണ് പോകുന്നേ? കിഷിൻ്റെ വീട്ടിലാണോ പോണേ? ആ യെസ്. ടാറ്റ പറഞ്ഞേ എല്ലാവർക്കും. ടാറ്റ. അങ്ങനെ ദേ നമ്മുടെ ട്രെയിൻ വന്നു കേട്ടോ. ഞാൻ ഈ ഒരു ആവേശത്തിൽ ട്രെയിൻ കണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കും. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ കോട്ടയത്താൻ ട്രെയിൻ ഫ്രണ്ടിൽ കയറി. അങ്ങനെ മാറിയൊക്കെ നിന്നു. അപ്പം അത് നിർത്തുമല്ലോ. അപ്പം എല്ലാം ഒക്കെ സെറ്റ് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ ആട്ടോ കയറിയത്. നമ്പർ ലാസ്റ്റ് ആയതുകൊണ്ട് ഏട്ടനെല്ലാം സെറ്റ് ചെയ്ത് ഇരുത്തിയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു പോകട്ടോ. ട്രെയിനിൽ കയറി എപ്പോഴും ചെയ്യാൻ വിശന്ന് തുടങ്ങി. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഞാൻ വെച്ച് കയറി കിടന്നാൽ ഉറങ്ങുമെന്ന്. അങ്ങനെ സിയാൻ അവലും കൊടുത്തു. യാശുവിന് ഞാൻ ഇടിയപ്പം റെഡിയാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിന് അതും കുറച്ച് പിച്ച് കൊടുത്തിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിനകത്ത് ഈ ഓരോരുത്തർ കയറി വരത്തില്ല. ചേട്ടന്മാർ ചായയും കോഫിയൊന്നും ചെയ്യാൻ വേണമെന്നില്ല. പക്ഷേ സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നോക്കും. പക്ഷേ ഞാൻ മേടിക്കത്തില്ല കേട്ടോ. എന്തോ കമ്പനിയും അല്ല, പിന്നെ എനിക്ക് എന്തോ ഒരു പേടിയാണ്. കാരണം ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഹൈജീനൊക്കെ കാണുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊന്നും മേടിക്കത്തില്ല. പിള്ളേർക്ക് ഇതൊക്കെ കൊടുത്തു. അത്യാവശ്യം വെള്ളമൊക്കെ കൊടുത്തിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം അങ്ങേറ്റത്ത് വിൻഡോ സീറ്റല്ലായിരുന്നു കേട്ടോ. വിൻഡോ സീറ്റിലൊരു ചേട്ടനായിരുന്നു. ആ പുള്ളിക്കാരൻ ഇടയ്ക്കുന്ന വാഷ്റൂമിൽ പോകാൻ ഒരു 1/4 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്നു. പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് എന്നോട് പറഞ്ഞു അങ്ങ് അപ്പുറത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങ് അറ്റത്ത് പോയിരുന്നു. എൻ്റെ പൊന്നോ, അവിടെ ഇരുന്നപ്പോൾ ആദ്യം കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് തണുക്കാൻ തുടങ്ങി. തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്ത് തണുപ്പായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വരാമെന്ന് ഏട്ടൻ ഇടാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പോകാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഒന്നത് ചൂടാന്ന്. അപ്പം ഞാൻ ആലോചിക്കുക ദൈവം അത് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. തണുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. എന്തോ പതിവില്ലാതെ ഭയങ്കര തണുപ്പായിരുന്നു. അത് ഈ ഒരു സീറ്റിലും കൂടെ ആയപ്പോൾ പിന്നെ പറയും വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊന്ന് മാറി ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ വേണ്ട, അവിടെ തന്നെ ഇരുന്ന് കാണാം കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് പിള്ളേരോടൊക്കെ കളിയും ചിരിയും ഓരോന്നൊക്കെ പറഞ്ഞിരിക്കും. സിയാൻ പറ അവന് കോട്ടുണ്ട്, അവൻ സേഫാണെന്ന്. അങ്ങനെ ഈ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഇതൊരു ചെങ്ങന്നൂർ സ്റ്റേഷൻ എന്തോ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പുള്ളി കാരണം ബാഗ് എടുത്ത് മുകളിൽ വെച്ചേക്കും. നമുക്ക് ചേർക്കാറായതുകൊണ്ട് താഴെ വെക്കുമ്പം ലെഗ് സ്പേസ് ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു പുള്ളി എടുത്ത് വെച്ച് തരുന്നത്. അപ്പം അടുത്ത സ്റ്റേഷൻ എത്താറായോ എന്ന് ഇവർക്ക് ഒരു ആപ്പുണ്ട്, മൈ ട്രെയിൻ എന്തോ സംഭവം. അങ്ങനെ ആ ചേട്ടനോടും വേറെ ഒരു ചേച്ചിയുണ്ട് ഫ്രണ്ടിൽ നിന്ന്, അവരോടൊക്കെ ചോദിക്കാൻ കേട്ടോ. നല്ല കമ്പനിയായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, യാശുവിൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ. അങ്ങനെ നമ്മുടെ സ്റ്റേഷനൊക്കെ എത്താറാവുന്നതനുസരിച്ചിട്ട് ഞാൻ ക്രിസ്റ്റീനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അപ്പോൾ ഇരുന്നപ്പോൾ കാണാം അവളെന്നെ വിളിച്ചിട്ട് കറക്റ്റ് സ്ഥലം പറയട്ടോ. അവൾക്ക് മൈ ട്രെയിൻ നോക്കുമ്പോഴത്തേനും മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ചെന്നിറങ്ങി 2 മിനിറ്റ് ആയപ്പോഴത്തേന് അവളിങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി അവൾ ഒരു ബോട്ടിൽ വെള്ളം മേടിക്കണം. അവൾക്കും ദാഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ച് ഓട്ടോയ്ക്ക് ഞങ്ങൾ തിരിച്ചു കേട്ടോ. ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ച് നേരെ എനിക്ക് വീട്ടിലെത്തി. ആ ജ്യൂസ് കിട്ടിയോ? ആര് തന്ന്? കിഷ്. ആരാ? കിഷ് ആണോ ജ്യൂസ്? ഇങ്ങോട്ട് നോക്കി. ഇതാരാ ഇത്? ഇങ്ങോട്ട് നോക്കി. മതി, അമ്മ എടുക്കാം. ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ നേരെ പോകുന്നു ഫ്രഷ് ആയിട്ടോ. പിള്ളേരെ ഒന്ന് ഫ്രഷ് ആക്കി വിട്ടു. ഞാനും ഒന്ന് ഫ്രഷ് ആയപ്പോഴും സമാധാനമായത്. അല്ലെങ്കിൽ ഈ ട്രെയിനിലോ അങ്ങനെ പുറത്ത് ബസ്സിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ പോയി ഫ്രഷ് ആകും കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഞാൻ നേരെ പിള്ളേരെയൊക്കെ നോക്കാൻ പോകാൻ. അപ്പോൾ ചെന്നപ്പോൾ കാണാൻ ദേ ഇവിടെ TV ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ്. അതിൻ്റെ
യാച്ചു ചെല്ല, അങ്ങോട്ട് ചെല്ല. ആ ഇവിടെ എല്ലാം നിങ്ങൾ കളിയേ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റായിട്ട് മതിയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ 9:30 അവിടെ എത്തിയപ്പെട്ടോ. അപ്പോൾ മുട്ടയും ബ്രെഡും ജാമും പാലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിള്ളേർക്കൊക്കെ കൊടുത്തു. എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം സിയാനും യാഷും സെറ്റായി. പ്രത്യേകിച്ച് യാഷു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അങ്ങ് കളിക്കുന്നുണ്ട്. ഇവിടെ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഓക്കെയാണ്. വന്ന് കണ്ടു, ഭയങ്കര സന്തോഷം. ഈ കാണുന്ന കണക്ക് ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന കണക്ക് തന്നെയായിരുന്നു കേട്ടോ അവളും. അപ്പം തിരിച്ച് ഞാനും അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താ പറയുക, ഈ ഒരു വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കുഞ്ഞ് ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് ഒട്ടനെ വരുന്നതായിരിക്കും, കാണാൻ കേട്ടോ. പിന്നെ പറയാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്, അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അങ്ങോട്ടനുസരിച്ച് എന്നുവെച്ചാൽ എൻ്റെ വീട്ടിലെ അനുസരിച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അഞ്ചിൽ പോകുമ്പോഴും അവിടെ ഉണ്ട് കേട്ടോ ചൂട്. ആ ഒരു ചൂടാട്ടോ എനിക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു സീസണിൻ്റെ ആയിരിക്കാം. അപ്പം ആ ഒരു പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ അടുത്ത വീട്ടിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. മതി ഫോൺ മതി. ബോൾ കളിക്കാം, ചേച്ചി ഇതാണ്ടേ.